സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണം കടുപ്പിച്ചു കേന്ദ്ര സർക്കാർ. 5 മാസത്തിനിടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് എന്നിവയ്ക്ക് 1.95 ലക്ഷം ബ്ലോക്കിംഗ് ഓർഡറുകളാണ് നൽകിയത്. ഓരോ മിനിറ്റിലും ഓരോ അക്കൗണ്ടോ പോസ്റ്റോ നീക്കം ചെയ്യാൻ കേന്ദ്ര നിർദ്ദേശം നൽകുന്നുണ്ട്. 1 ലക്ഷത്തോളം നോട്ടീസുകളാണ് ഇൻസ്റ്റഗ്രാമിന് ലഭിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം ശക്തമായ സമയത്താണ് നോട്ടീസുകളിൽ വൻ വർധനയുണ്ടായത്. ആദിൽ പാലോട് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദിൽ, CJP പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ആശയ സംവാദങ്ങൾ ഉണ്ടായ സമയത്ത് CJP എന്ന പാർട്ടിക്ക് അനുനിമിഷം ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിന് വർധനയുണ്ടാകുന്ന സമയത്തൊക്കെ ഈ തരത്തിൽ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാൻ, പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ, പ്രതിഷേധത്തിലുള്ള ആഹ്വാനങ്ങൾ, ലഘുലേഖകൾ ഇതൊക്കെ നീക്കം ചെയ്യാനുള്ള നിരന്തരമായ നീക്കം, ഓരോ മിനിറ്റിലും ഓരോ അക്കൗണ്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാനുള്ള സംവിധാനം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം 5 മാസത്തിനിടെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് മുതൽ ജൂലൈ വരെയുള്ള കണക്കനുസരിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാർ ഏജൻസികളും നൽകിയിരിക്കുന്ന നോട്ടീസുകളാണ് 1,90,500 എന്നുള്ളത്. 2 ലക്ഷത്തോളം നോട്ടീസുകൾ ഈ വിധത്തിൽ നൽകിയിരിക്കുന്നു. ഒന്നുകിൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാനാണ്, അല്ലെങ്കിൽ അക്കൗണ്ട് ഒന്നാകെ തന്നെ നീക്കം ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഈ വിധത്തിൽ നൽകിയിരിക്കുന്നത്. ഓരോ മിനിറ്റിലും ഓരോ അക്കൗണ്ടോ പോസ്റ്റോ നീക്കം ചെയ്യാൻ ശരാശരി നിർദ്ദേശം നൽകുന്നുണ്ട് എന്ന വിവരാവകാശ രേഖയാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നടപടി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇൻസ്റ്റഗ്രാമിനോടാണ്. 1 ലക്ഷത്തോളം നോട്ടീസുകളാണ് ഇൻസ്റ്റഗ്രാമിന് ലഭിച്ചത്. ഫേസ്ബുക്കിനാകട്ടെ 80,000-വും യൂട്യൂബിന് 15,000-വും നോട്ടീസുകൾ അയച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്ന രേഖ പുറത്തു വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ മാത്രമല്ല, സംസ്ഥാന സർക്കാർ ഏജൻസികളും മറ്റ് കേരളം അടക്കമുള്ള സംസ്ഥാന സർക്കാർ ഏജൻസികളും മെറ്റയോടും സമാനമായി യൂട്യൂബിനോടുമെല്ലാം ചില പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. ഇതുൾപ്പെടെയുള്ള കണക്കാണ് 2 ലക്ഷത്തോളം എന്ന നിലയിൽ വന്നിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1,90,500 നോട്ടീസുകൾ അങ്ങനെ സമൂഹ മാധ്യമങ്ങൾക്ക് നൽകിയിരിക്കുന്നു. നേരത്തെ തന്നെ സഹയോഗ് എന്ന പേരിൽ ഒരു പോർട്ടൽ തുടങ്ങിയിരുന്നു കേന്ദ്ര സർക്കാർ. ഈ മെറ്റയുമായും മറ്റ് സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുമായും ആശയവിനിമയം നടത്തുന്നതിനും ഇത്തരത്തിലുള്ള നോട്ടീസുകൾ നൽകുന്നതിനും. ഏറ്റവും പ്രധാനമായി മെറ്റ പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ ഇതുവഴി ഒരു ആപ്ലിക്കേഷൻ നോട്ടീസ് നൽകിയാൽ ഓട്ടോമാറ്റിക്കലി തന്നെ 3 മണിക്കൂർ കഴിയുമ്പോൾ ആ പോസ്റ്റോ അക്കൗണ്ടോ നീക്കം ചെയ്യപ്പെടുന്ന രൂപത്തിലാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ അക്കൗണ്ടും നമ്മുടെയൊക്കെ പോസ്റ്റുകൾ, കാർഡുകൾ അങ്ങനെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടിയുണ്ട് എന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കുന്നു. 5 മാസത്തിനിടെ ഈ തരത്തിൽ ബ്ലോക്ക് ചെയ്തത് 2 ലക്ഷത്തോളം അക്കൗണ്ടുകൾ അല്ലെങ്കിൽ കണ്ടന്റ് ആണ് എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എത്രത്തോളം ആശയവിനിമയത്തിന് മുകളിൽ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ആശയവിനിമയത്തിന് മുകളിൽ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടുന്നു അല്ലെങ്കിൽ ജാഗ്രതയോടെ നിലനിൽക്കുന്നു എന്നത് വ്യക്തമാക്കുന്ന ഒരു കണക്കാണ് പുറത്തു വന്നത്.